बच्चों വെൽക്കം ബാക്ക് ടു എംഎസ് സൊല്യൂഷൻസ്. ഹരിജാമിസ് ആണ് മക്കളെ. നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് അറിയാം. 6 ഗതിവിധിയാ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ഖണ്ഡ് പടേ ഓർ നീച്ചെ ദിയേ ഹുയേ പ്രശ്നോ കെ ഉത്തർ ലിഖേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ പാസേജ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നുള്ള മോഡൽ ആണ് മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് കൂടെ ചെയ്യുക. അതിനൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട് മക്കളെ, അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉറപ്പായിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കും വാട്സ്ആപ്പ് ചാനലിലേക്കും ജോയിൻ ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ നോട്ട്സ് ഒക്കെ അവിടെയാണ് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ പ്രഡിക്ഷൻ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് സെറ്റ് ആക്കണം നമുക്ക്. അതിനൊപ്പം തന്നെ നമ്മുടെ FMS ബാച്ച് നിങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ഒക്കെ നേരത്തെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യം നമ്മുടെ മൈക്രോബിറ്റ്സും മൈൻഡ് മാപ്സും അതുപോലെ വർക്ക്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി വരുന്ന എക്സാംസിനും നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടി, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ FMS ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫീ. ഇതിനെ കുറച്ച് നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്യാൻ പറ്റും, ഓഫർ പ്രൈസിന് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതായത് കോമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കയറുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. മിസ്സിന്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഓഫർ കിട്ടും കേട്ടോ. അത് ഹരിജ കേട്ടൻ എന്നുള്ള കൂപ്പൺ കോഡിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് നമ്മുടെ FMS ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കമ്മിങ് ബാക്ക് ടു ആ ടോപ്പിക്, നമ്മുടെ ടോപ്പിക് ഇതാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നോക്കിക്കേ, ഫസ്റ്റ് തന്നെ ഗതിവിധി ഏക്ക്. ഗതിവിധി ഏക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഖണ്ഡ് പടേ എന്നുള്ള ചോദ്യമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഖണ്ഡ് പടേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ എന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പൊ അതാ ഇവിടെ അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത്, അറിയാത്ത ഒരു പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ആ പാസേജിന്റെ കുട്ടികൾ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൽ അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കുക, ആൻസർ എടുത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നോക്കാം നമുക്ക്. അൺനോൺ പാസേജ് ആണ്, മിസ് വായിച്ചു തരാം. മനോഹർപുർ गांव में एक रेलवे स्टेशन है, यह ओडिशा की सीमा पर है, इसलिए हर ट्रेन यहाँ रुकती है. गांव के पास वाली छोटी पहाड़ी से गुजरती ट्रेन खिलौने की तरह दिखती है. എന്തെങ്കിലും മനസ്സിലായോ? അറിയാത്ത വേർഡ്സ് നോക്കാം. സീമ എന്ന് വെച്ചാല് അതിർത്തി എന്നാണ്, ഗുസർത്തി ട്രെയിൻ എന്ന് വെച്ചാൽ കടന്നു പോകുന്ന ട്രെയിൻ എന്നാണ്. നമുക്ക് ഒന്നും കൂടെ പാസേജ് വായിച്ചു നോക്കണം. നോക്കിക്കേ, മനോഹർപൂർ ഗാവുമേ, ഗാവ് ഒക്കെ നമുക്ക് അറിയുന്നല്ലേ. മനോഹർപൂർ ഗ്രാമത്തിൽ ഏക് റെയിൽവേ സ്റ്റേഷൻ ഹേ, ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇനി യഹ് ഒഡീഷ കി സീമ പർ ഹെ, ഇതെന്താണ്? ഒഡീഷയുടെ സീമ പർ ഹെ, എന്താണ്? അതിർത്തിയിലാണടാ, ഒഡീഷയുടെ അതിർത്തിയിലാണ്. ഇസ്ലിയേ ഹർ ട്രെയിൻ യഹാ റുക്തി ഹെ, അതുകൊണ്ട് എല്ലാ ട്രെയിനും ഇവിടെ നിർത്തുന്നുണ്ട്. റുക്തി ഹെ എന്ന് വെച്ചാൽ നിർത്തുന്നുണ്ട്. ഓക്കെ, ഗാവ് കെ പാസ് വാലി ചോട്ടി പഹാടി സെ ഗുസർത്തി ട്രെയിൻ ഖിലൗനെ കി തറഫ് ദിഖ്തി ഹെ. ഇനി എന്താണ്? ഗാവിന്റെ അടുത്തുള്ള ആ ഒരു ചെറിയ പഹാഡീസ്, ഓക്കെ, മലയിലൂടെ എന്താണ് പോകുന്ന ആ ഒരു ട്രെയിൻ, ഗുസർത്തി ട്രെയിൻ എന്ന് വെച്ചാൽ കടന്നു പോകുന്ന ട്രെയിൻ എന്തുപോലെ ഉണ്ട് കാണാൻ? ഖിലൗനെ കി തറഫ് ദിഖ്തി ഹെ എന്ന് വെച്ചാൽ കളിപ്പാട്ടം പോലെയാണ് കാണാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, നോക്കിക്കേ, ഇനി ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ പാസേജ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതണം. നോക്കിക്കോ, ഒഡീഷ നോക്കിക്കോ. മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ കഹാ ഹെ എന്നാണ് ചോദിച്ചത്. മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കഹാ ഹെ എന്ന് വെച്ചാൽ എവിടെയാണ്, എവിടെയാണ്? അതാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒഡീഷ കി ബാഹർ, പിന്നെയോ ഒഡീഷ മേം. ഓക്കെ, ബാഹർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബാഹർ, ബാഹർ എന്താണ്? പുറത്ത്. ഓക്കെ, ബാഹർ എന്ന് വെച്ചാൽ മീനിങ് അറിയില്ലെങ്കിൽ ആ മിസ് എഴുതി തരാം. പുറത്ത് എന്നാണ് കേട്ടോ. അന്തർ സെ കോയി ബാഹർ ന ആ സക്കെ അല്ലെ, ജാ സക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ബാഹർ എന്ന് വെച്ചാൽ പുറത്ത് എന്നല്ല. ഒഡീഷ കെ ബാഹർ, ഒഡീഷ മേം എന്ന് വെച്ചാൽ എന്താണ്? ഒഡീഷയിൽ. ഇനിയോ ഒഡീഷ കി സീമ പർ എന്ന് വെച്ചാൽ എന്താ? ഒഡീഷയുടെ അതിർത്തിയിലാണ്. ഇൻമേ കോയി നഹി, ഇതിലൊന്നും അല്ല. യെസ്, ഇതിൽ ഏതാണ് ആൻസർ? നമ്മൾ കണ്ടതല്ലേ ഇപ്പൊ വായിച്ചപ്പോ? ഒഡീഷ മേം ആണോ? ഒഡീഷ കി ബാഹർ ആണോ? ഒഡീഷ കി സീമ പർ ആണോ? ഏതാണ്? അതിർത്തി എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആൻസർ? ഒഡീഷ കി സീമ പർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഒഡീഷ കി സീമ പർ എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എന്റെ കുട്ടികൾക്ക് മാർക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കിക്കോ. മനോഹർപൂർ മേം ഹർ ട്രെയിൻ റുക്തി ഹെ ക്യോ. ഓക്കെ, മനോഹർപൂരിലെ എല്ലാ ട്രെയിനും നിർത്തുന്നുണ്ട്. എന്തുകൊണ്ട്? ക്യോ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഈ കഹാം ക്യോ എന്നുള്ള വേർഡ്സ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? വേഗം തന്നെ നമ്മുടെ ചാനലിൽ മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ വേർഡ്സ് അറിയാതെ പോകരുത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ പോയിട്ട് ഈ വേർഡ്സ് എന്തായാലും പഠിച്ചു വെക്കുക. കാരണം നമ്മുടെ ഖണ്ഡൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ വേർഡ്സ് അറിയില്ലെങ്കിൽ നിങ്ങൾ അർത്ഥം നോക്കിയിരിക്കും.
ഓക്കെ യെസ്. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. യെസ്. അപ്പൊ എന്തുകൊണ്ടാണ് മനോഹർപൂരിലെ എല്ലാ ട്രെയിനും നിർത്തുന്നത്? എന്തുകൊണ്ട് നോക്കിക്കേ, പഹാഡ് ഹോനേക്ക് കാരൻ. പഹാഡ് എന്തായിരുന്നു? മല അല്ലെ, കുന്നുള്ളതുകൊണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? ഷഹർ ഹോനേക്ക് കാരൻ, ടൗൺ ഉള്ളതുകൊണ്ട്, ടൗൺ ആയതുകൊണ്ട്. ഓക്കെ, കുന്നായതുകൊണ്ട്, ടൗൺ ആയതുകൊണ്ട്. ഗാ ഹോനേക്ക് കാരൻ എന്താണ്? ഗ്രാമമായതുകൊണ്ട്. ഇനിയോ സീമ ഹോനേക്ക് കാരൻ എന്താണ് പറയുന്നത്? അതിർത്തി ആയതുകൊണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ ട്രെയിൻ നിർത്തുന്നത്? ഒന്നും കൂടെ നമ്മുടെ പാസേജ് വായിച്ചു നോക്കാം അല്ലെ. എന്താ പറയുന്നത്? मनोहरपुर गांव में एक रेलवे स्टेशन है, यह ओडिशा की सीमा पर है, इसलिए ഇതുകൊണ്ട് എല്ലാ ട്രെയിനും ഇവിടെ നിർത്തുന്നു. ഏതുകൊണ്ട്? ഒഡീഷന്റെ സീമയിലായതുകൊണ്ട്, ഒഡീഷന്റെ അതിർത്തിയിലായതുകൊണ്ട്. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. എന്താണ് ആൻസർ? സീമ ഹോനേക്ക് കാരണല്ലേ? യെസ്, സീമ ഹോനേക്ക് കാരണം എന്നുള്ളതാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, സെറ്റ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ചോട്ടി പഹാടി സെ ഗുസർത്തി ട്രെയിൻ कैसे दिखती है? എന്താണ്? ചെറിയ പഹാടിയിലൂടെ പോകുന്ന ട്രെയിൻ എന്തുപോലെയാണ് കാണാനായിട്ട്? എങ്ങനെയാണ് കാണപ്പെടുന്നത്? കേസി എന്ന് വെച്ചാ കേസി. യെസ്, എന്താണ്? എങ്ങനെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഗുബ്ബാരയ്ക്ക് തര, പതംഗ് കി തര, ഖിലൗനെ കി തര, ഗേന്ദ് കി തര. എന്തുപോലെയാണ് മക്കളെ? നോക്കിക്കോ, ഗുസർത്തി ട്രെയിൻ പഹാടി സെ ഗുസർത്തി ട്രെയിൻ ഖിലൗനെ കി തര ദിഖ്തി ഹെ. എന്തുപോലെയുണ്ട്? കളിപ്പാട്ടം പോലെ ഉണ്ടെന്നല്ലേ പറയുന്നേ. അപ്പൊ ഖിലൗനെ കി തര എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പൊ നമ്മൾ എത്ര ചോദ്യം ചെയ്തു? 1, 2, 3 മക്കളെ, 3 ചോദ്യം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷനിൽ നിന്ന് എടുത്തിടാനാണ് ഉണ്ടാവുക. ഇനി നാലാമത്തെ ചോദ്യം കുറച്ചുകൂടെ എന്താണ്? വേറെ ലെവലാണ്. റെയിൽവേ സ്റ്റേഷൻ കോ സാഫ് രഖ്നാ ഹെ. റെയിൽവേ സ്റ്റേഷനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിന്റെ പേരിൽ എന്താണ്? ഒരു സങ്കേത് പട്ട് എഴുതുക. എന്താണ് മക്കളെ സങ്കേത് പട്ട ചോദിച്ചില്ല? സൂചനാ പട്ട് എന്ന് പറയില്ലേ നമ്മള്, സങ്കേത് പട്ട്. ഓക്കെ, അപ്പൊ അതാണ് ചോദിച്ചില്ല. അപ്പൊ 3 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് നാലാമത്തെ ചോദ്യം ഇങ്ങനെ കുറച്ച് വലിയ ചോദ്യമായിട്ട് നമ്മളോട് ചോദിക്കും. ഇതാണ് ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഒന്നാമത്തെ മോഡൽ ഇതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സങ്കേത് പട്ട് എഴുതാടാ. സങ്കേത് പട്ട് അല്ലെങ്കിൽ സൂചനാ പട്ട് എങ്ങനെ എഴുതും അല്ലെ, എങ്ങനെ എഴുതും എന്നുള്ള കാര്യമാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പൊ അതിന് മറ്റേ സെക്കൻഡ് നമുക്ക് വരയ്ക്കാം കേട്ടോ. ബോക്സിലാണ് സങ്കേത് പട്ട് അല്ലെങ്കിൽ സൂചനാ പട്ട് എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബോക്സിൽ ഇത് അതിന്റെ ഫോമാറ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് കീപ്പ് ചെയ്യണം കേട്ടോ. യെസ്, എന്ത് വേണം? ബോക്സ് വരയ്ക്കുക. ഇനി റെയിൽവേ സ്റ്റേഷൻ കോ സ്വച്ഛ് രഖേ. എന്താണ്? റെയിൽവേ സ്റ്റേഷനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളത് വലുതാക്കിയിട്ട് എഴുതി. ഇനി അവര് ചെയ്യേണ്ട കുറച്ച് മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ സൂചനാ പട്ടായാലും സങ്കേത് പട്ട് രണ്ടും ഒന്ന് കേട്ടോ. യെസ്, അതിനെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ എന്റെ കുട്ടികളെ, സഭി യാത്രിയോ സെ വിനമ്ര അനുരോധ് ഹെ കി റെയിൽവേ സ്റ്റേഷൻ की स्वच्छता बनाए रखने में सहयोग करे. എന്താണ്? എല്ലാ യാത്രിയോടും, യാത്രിയോ എന്ന് വെച്ചാൽ യാത്രക്കാർ, എല്ലാ യാത്രക്കാരോടും വിനമ്ര അനുരോധ് ഹെ എന്ന് വെച്ചാൽ വിനീതമായ അഭ്യർത്ഥന, വിനീതമായ അഭ്യർത്ഥന, അഭ്യർത്ഥന. ഓക്കെ, വിനീതമായ അഭ്യർത്ഥനയാണ്. എന്താണ് അഭ്യർത്ഥന? കി റെയിൽവേ സ്റ്റേഷൻ की स्वच्छता बनाए रखने में सहयोग करे എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള വൃത്തി അല്ലെ, വൃത്തി കീപ്പ് ചെയ്യുന്നതിൽ ഞങ്ങളോട് സഹയോഗം എന്ന് വെച്ചാൽ കോപ്പറേറ്റ്. ഓക്കെ, സഹകരിക്കുക, സഹകരിക്കുക. ഓക്കെ, സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാടാ? യെസ്, നമ്മൾ പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതാണ് നിങ്ങളുടെ സങ്കേത പട്ട് അല്ലെങ്കിൽ സൂചനാ പട്ടിൽ വേണ്ടത്. എന്താണ് പറയുന്നത്? കൂടാ കേവൽ ഡസ്റ്റ്ബിൻ വേണ്ട അല്ലെ. എന്താണ്? കൂടാന്ന് വെച്ചാൽ മാലിന്യം അല്ലെ, മാലിന്യം ഡസ്റ്റ്ബിന്നിൽ മാത്രം ഇടുക. ഇനിയോ പ്ലാറ്റ്ഫോം പർ ഗന്ദഗി ന ഫെയിലായി എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമിൽ ഗന്ദഗി മാലിന്യമാണ് കേട്ടോ. യെസ്, വേസ്റ്റ് ഒന്നും ഫെയിലായി എന്ന് വെച്ചാൽ വലിച്ചെറിയരുത്, ഉണ്ടാകരുത്. ഇനി പ്ലാസ്റ്റിക് ഓർ അന്യ അവശിഷ്ട ഇധർ ഉധർ നാ ഫേക്കേം. എന്താണ്? പ്ലാസ്റ്റിക്കും മറ്റ് അവശിഷ്ടങ്ങളും ഇവിടെയും അവിടെയൊക്കെ എന്ത് ചെയ്യരുത്? നാ ഫേക്കേം എന്ന് വെച്ചാൽ എറിയരുത്. പഠിച്ചു വെക്കുക, നാ ഫേക്കേം എന്ന് വെച്ചാൽ എറിയരുത്. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ സൂചനാ പട്ടും സങ്കേത് പട്ടിലും എഴുതേണ്ടത് കേട്ടോ. എന്നിട്ട് വീണ്ടും താഴെ എന്താ വലുതാക്കി നമുക്ക് എഴുതാം. ഒറ്റ ലൈനൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെ 2 ലൈൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. स्वच्छ वातावरण बनाए रखने में रेलवे प्रशासन का सहयोग करें. എന്താ സ്വച്ഛ വാതാവരണം എന്ന് വെച്ചാൽ എന്താണ്? ഈ വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി വെക്കുന്നതിൽ അല്ലെങ്കിൽ എന്താണ് കീപ്പപ്പ് ചെയ്യുന്നതിൽ റെയിൽവേ പ്രശാസൻ എന്ന് വെച്ചാൽ റെയിൽവേ റൂൾസ് സഹകരിക്കും, റെയിൽവേ റൂൾസിനോട് സഹകരിക്കും അല്ലെങ്കിൽ അതനുസരിക്കൂ എന്നാ പറയുന്നത്. സ്വച്ഛ റെയിൽവേ സ്റ്റേഷൻ സുരക്ഷിത് ഓർ സുഖദ് യാത്ര. ഓക്കെ, എന്താണ്? വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ, സുരക്ഷിതമായ സുഗമമായ യാത്ര എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ലൈൻ വേണം എന്ന് ഒരു നിർബന്ധമില്ല, ഒരു ലൈനൊക്കെ ഇട്ടാലും മതി. ഓക്കെ, അപ്പൊ ഈ മോഡൽ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരിക. ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വരിക. ഇനി നമുക്ക് പഠിക്കാനുള്ളതിൽ നിന്നാണെങ്കിൽ എന്താണ്? സാഫ് സഫായി മേ അവൽ ഗാവ്, അതുപോലെ തന്നെ ഗാന്ധിജി നമക് കഥ എന്നുള്ള ചാപ്റ്റർ എന്നൊക്കെ കണ്ടോ. ഇവിടെ സാഫ് സഫായി മേ അവൽ ഗാവ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സെയിം മോഡൽ തന്നെയാണ്.
ഓക്കെ, ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതിൽ നോക്കി സാഫ് സഫായിമേ അവൽ ഗാവ് നിന്ന് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവ് പഠേം, കണ്ടോ, പ്രസ്താവന തരും. അപ്പൊ ഗാവ് കി വിശേഷതായേ ഹേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള സാഫ് സഫായിമേ അവൽ ഗാവ് എന്നുള്ള ചാപ്റ്ററിലുള്ള നമ്മുടെ മാവ്ലിന്യോങ് എന്നുള്ള ഗ്രാമത്തിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ഗാവ് കി സാഫ് സഫായി ഗാവാലെ ഖുദ് കർത്തേ ഹെ, എന്ന് വെച്ചാൽ ഗ്രാമത്തിനെ ആ ഒരു വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഗ്രാമവാസികൾ സ്വയമാണ് ചെയ്യുന്നത്. അടുത്തോ എന്താണ്? ഗാവാലെ ദൂസരോ സേ കർവാത്തേ ഹെ എന്ന് പറഞ്ഞു, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അടുത്തതോ ഗാവാലെ സഫായി കെ ലിയെ പ്രശാസൻ പർ നിർഭർ ഹെ, എന്ന് വെച്ചാൽ വൃത്തിക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കുന്നത് അവരൊരു നിയമത്തിന് അനുസൃതമായിട്ടാണ് ചെയ്യുന്നത്, നിയമം അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അടുത്തോ ഗാവാലെ സഫായി കെ ലിയെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ, അവർ റൂൾസ് ഒന്നും നോക്കിയിട്ടല്ല വൃത്തിയാക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് മക്കൾ കറക്റ്റ് ആയിട്ടുള്ളത്? അത് നിങ്ങൾ നോക്കിക്കേ. ഇത് ഖുദ് കർത്തേ ഹെ അല്ലെ, അവർ സ്വയം അല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഒരു റൂൾസും നോക്കിയിട്ടല്ല അവർ വൃത്തിയാക്കുന്നത്. അപ്പൊ ഈ രണ്ട് ആൻസേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതോടുകൂടെ ചെയ്ത് കഴിഞ്ഞു എന്നല്ല അർത്ഥം. നമ്മുടെ ചോദ്യം ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇത് പ്രസ്താവനകളാണ്. ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, സഹി വികൽപ്പ് ചുൻകർ ലിഖേ, കണ്ടോ നിങ്ങള്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ആണ് ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയോ രണ്ടാമത്തെയും നാലാമത്തെയും ശരിയാണെന്ന് പറയുന്നു, രണ്ടാമത്തെയും നാലാമത്തെയും ശരിയാണോ എന്ന് പറയുന്നുണ്ട്. ഇനി ഒന്നാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും കറക്റ്റ് ആണെന്ന് പറയും, 1, 4 നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെയോ ഒന്നാമത്തെയും അതുപോലെ മൂന്നാമത്തെയും കറക്റ്റ് ആണെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ്? നമുക്കറിയാം 1ഉം 4ഉം ആണ് അല്ലെ. അപ്പൊ 1ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ ലാസ്റ്റ് സ്വച്ഛത അപ്നാവോ ബീമാരി സെ ദൂർ രഹോ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അവസാനം എന്താണ്? സംഗീതപ്പെട്ട് അല്ലെങ്കിൽ സൂചനാപ്പെട്ട് അല്ലെങ്കിൽ പോസ്റ്റർ. ഈ രീതിയിൽ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ എന്റെ കുട്ടികൾ ഇതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? അറിയാത്ത ഒരു പാരഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ. നിങ്ങൾ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് മാത്രം ആൻസർ എഴുതുക കേട്ടോ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തവണ വായിച്ച് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ എഴുതാൻ നോക്കുക. ഓക്കെ, നമുക്ക് അറിയുന്നത് കൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാ. ഇന്നത്തെ ലൈവ് മിസ്സാക്കരുത്. ഇന്നത്തെ നമ്മുടെ പ്രഡിക്ഷൻ ലൈവിലൂടെ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന അടിപൊളിയായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവാം. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടുക. 7:30 നമ്മൾ ലൈവിൽ ഉണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് ടൈമിന് തന്നെ ലൈവിലോട്ട് വരാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.